ഇന്ന് നടന്ന LPSA എക്സാമിന്റെ കണക്ക് ഭാഗത്തുനിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ്, അതായത് ഒരു X ലിറ്റർ വെള്ളം അല്ലെ, ആ X ലിറ്റർ വെള്ളത്തിന്റെ 3/4 ഭാഗം ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. എത്രയായി? അതായത് 10.5 ലിറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവാണ് ഈ എക്സ് എന്ന് പറയുന്നത് അല്ലെ, എക്സ്. അപ്പൊ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? 10.5 മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. 10 + 1/2, 10 × 2 20, 21/2 എന്ന് വരും. 3/4 എക്സ് സമം 21/2. ഇവിടെ എക്സിനെ മാത്രം ഒരു സൈഡിൽ വെക്കുക. 21/2 × 4/3 സിംപ്ലിഫൈ ചെയ്യുക. 2ഉം 4ഉം 2 വരും. 3ഉം 21ഉം 7. 7 ഗുണിക്കണം 2 14. 14 ലിറ്റർ വെള്ളമാണ് അത് നിറയാൻ വേണ്ട അല്ലെ, ആ വെള്ളത്തിന്റെ അളവ്, അതായത് ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് 14 ലിറ്റർ ആണ്. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് 14 ലിറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അംശത്തിലും ഛേദത്തിലുള്ള പോയിന്റ് ഒന്ന് എണ്ണി നോക്കുക. അംശത്തിൽ എത്ര എണ്ണം ഉണ്ട്? 2, 3, 5. 5 സ്ഥാനങ്ങളുണ്ട്. ഛേദത്തിലോ 1, 3, 5. അപ്പൊ അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങൾ തുല്യമാണ്. അപ്പൊ അതിന്റെ നമ്പർ മാത്രം, ദശാംശ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്പർ മാത്രം എടുത്തെഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ വരും? 48 ഗുണിക്കണം 56 ഗുണിക്കണം 28 ബൈ 32 ഗുണിക്കണം 21 ഗുണിക്കണം 14. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും. 14ഉം 28 അല്ലെ, 2 14 28 ആണ്, 2 വരും. അതുപോലെ 7 7 3 21 ആണ്, 8 7 ആണ് 56 അല്ലെ. അപ്പൊ എത്ര വരും? 8 വരും. ഇനി അടുത്തത് 8ഉം 32ഉം ചെയ്യാം അല്ലെ. 4 8 32 ആണ്. ഇനി 4ഉം 48ഉം ചെയ്താൽ 1 4 4 2 4 8. അതുപോലെ 3ഉം 12ഉം ചെയ്യാം. എത്ര വരും? 4. അപ്പൊ 4 ഗുണിക്കണം 2 8 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ്. അപ്പോൾ ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ്. ഏത് സൂചിയായിരിക്കും കൂടുതൽ വേഗത്തിൽ തിരിയുന്നത്? കൂടുതൽ വേഗത്തിൽ തിരിയുന്നത് മിനിറ്റ് സൂചിയായിരിക്കും അല്ലെ. അപ്പൊ അതായത് 12 ഇരട്ടി വേഗതയിൽ തിരിയുമെന്നാണ് പറയുന്നത് അല്ലെ. 12 ഇരട്ടി വേഗതയിൽ തിരിയും. അപ്പൊ നമുക്ക് മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഇരട്ടി വേഗതയിലാണ് തിരിയുന്നത് അല്ലെ. മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയേക്കാളും 12 ഇരട്ടി വേഗതയിലാണ് മിനിറ്റ് സൂചി തിരിയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ 120/12, 120/12 എത്രയാണ് വരിക? 10 ഡിഗ്രി ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 10 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട്. ഇങ്ങനെ കുറെ റൂട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാട്ടോ ഇതൊക്കെ. 4 + √21 + √13 + √80 + √1. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് പോവുക കേട്ടോ. അപ്പൊ ഇവിടുന്ന് √1 എത്രയാണ്? √1 1. പിന്നെ ബാക്കി അടുത്ത നമ്പർ നോക്കുക. അടുത്ത നമ്പർ 8 ആണ്. അതായത് 8 + 1, 8 + 1 9 ആണ്. 9ന്റെ റൂട്ട് എത്രയാണ് വരുന്നത്? 3. അപ്പോൾ ഇത്ര ഭാഗം കഴിഞ്ഞ് ഇവിടെ 3 വരും. പിന്നെ അടുത്തത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 13 ആണ് അല്ലെ. 13 + 3 16 വരും. അപ്പൊ 16ന്റെ റൂട്ട് എത്രയാണ്? 16ന്റെ റൂട്ട് 4 ആണ്. ആ 4ഉം 21ഉം കൂടി കൂട്ടുക. അപ്പൊ 21 + 4 25 വരും. 25ന്റെ റൂട്ട് എത്രയാണ്? 5. അതായത് ഈ 4ഉം ആ 5ഉം കൂടി കൂട്ടുക. 4 + 5 9 ആണ്. 9ന്റെ റൂട്ട് എത്രയാണ്? 9ന്റെ റൂട്ട് 3 ആണ് വരിക അല്ലെ. 9ന്റെ റൂട്ട് 3 ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ ആൻസർ 3 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ. 8 സംഖ്യകളുടെ ശരാശരി. അപ്പൊ നമുക്ക് തുക കണ്ടുപിടിച്ചൂടെ? എങ്ങനെ തുക കണ്ടുപിടിക്കുക? 8 ഗുണിക്കണം 32 അല്ലെ. 8 ഗുണിക്കണം 32 256 എന്ന് വരും. അപ്പൊ അവയിൽ നിന്നും ഒരു സംഖ്യ ഒഴിവാക്കി ശരാശരി 31 ആയി. അപ്പൊ അവിടെ എത്ര സംഖ്യകളാണ് ഉണ്ടാകുക? 7. അപ്പൊ അതിന്റെയും തുക നമുക്ക് കണ്ടുപിടിക്കാം. 7 ഗുണിക്കണം 31 217. ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. വ്യത്യാസം 39 ആണ്. അപ്പൊ ഒഴിവാക്കിയ സംഖ്യ ഏതാണ്? ഒഴിവാക്കിയ സംഖ്യ 39. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4A = 6B = 8C ആയാൽ A:B:C എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. എന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ബിന്റെയും സിന്റെയും കൂടിയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 6 8 48 എന്ന് വരും. ഈസ്റ്റു ബി കണ്ടുപിടിക്കാൻ എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുക. 4 8 32 ഈസ്റ്റു. ഇനി സി കണ്ടുപിടിക്കാൻ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. 6 4 24. അപ്പൊ ഇവിടെ ഈ റേഷ്യോ വരുമ്പോൾ ഏറ്റവും സിംപ്ലിഫൈ ദ ഫോമിലാണ് ഉത്തരം ഉണ്ടാവുക. അപ്പൊ ഇവിടെ എല്ലാത്തിലും 8 കോമൺ ആണ് അല്ലെ. അപ്പൊ 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 8 കൊണ്ട് ഹരിക്കുക.
അപ്പോൾ 6 8 48, 6:4 8 32 3 8 24 അല്ലെ 3, 6:4:3 ആയിരിക്കും ആൻസർ വരുന്നത്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ, 6:4:3. വേറൊരു മെത്തേഡും കൂടി ചെയ്യാം, അതായത് ഇതിന്റെ എൽസിയം ഒക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ എൽസിയം എടുത്തിട്ട് ചെയ്യാം. 4 6 8 എൽസിയം എങ്ങനെയാ വരിക? 2 2 2 4 3 2 6 4 2 8 അല്ലെ. വീണ്ടും നമുക്ക് 2 1 2 2 3 2 2 4. എത്ര എൽസിയം വരുന്നത്? എൽസിയം 4 12 24 വരും അല്ലെ. എൽസിയം 24 ആണ് വരിക. ഇനി എന്ത് ചെയ്യാം? ഈ എൽസിയം ഡിവൈഡഡ് ബൈ ഓരോ നമ്പറും ചെയ്താൽ മതി. 24 എന്റെ കൂടെ കാണാൻ അത് 4 കൊണ്ട് ഹരിക്കുക. ബിൻ്റെത് കാണാൻ വേണ്ടിയിട്ട് 24/6, സിൻ്റെത് കാണാൻ വേണ്ടിയിട്ട് 24/8. ഇപ്പൊ എത്ര വരും? 6 4 24 4 അല്ലെ. 6 4 24. ഇത് എത്ര വരും? 3 8 24. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കവാടത്തിൽ 4 മണികൾ ഉണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ് 6 സെക്കൻഡ് 8 സെക്കൻഡ് 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവയെല്ലാം കൂടി ഒരുമിച്ച് മുഴങ്ങിയതിനു ശേഷം 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും? ഇത് എൽസിയം ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അതായത് 4 6 8 10 ഇവയുടെ എൽസിയം കണ്ടുപിടിക്കുക. 4 6 8 10 ഇവയുടെ എൽസിയം ഒന്ന് കണ്ടുപിടിക്കുക. 2 2 2 4 3 2 6 4 2 8 5 2 10 2 1 2 2 3 2 2 4 5 ഗുണിക്കുക. 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 5. ഗുണിച്ചാൽ നമുക്ക് ഉത്തരം വരിക 120 എന്നാണ് ഉത്തരം വരിക. അതായത് 120 സെക്കൻഡ് ആണ് എൽസിയം എന്ന് പറയുന്നത്. എൽസിയം എത്രയാണ്? 120 സെക്കൻഡ്. 120 സെക്കൻഡ് ആണ് എൽസിയം വരുന്നത്. നമുക്കിവിടെ 30 മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റ് പൂർത്തിയാകും. അതായത് 120 സെക്കൻഡ് ആണ് അവ ഒരുമിച്ച് മുഴങ്ങുന്നത്. 120 സെക്കൻഡ് കൂടുമ്പോഴാണ് അവ ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മിനിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സെക്കൻഡിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് എങ്ങനെ കണ്ടുപിടിക്കുക? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. അപ്പൊ 120/60. 120/60 എത്രയാണ് വരിക? 2 മിനിറ്റ് എന്ന് വരും അല്ലെ. അപ്പൊ 2 മിനിറ്റ് കൂടുമ്പോഴാണ് അവ ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ എത്ര തവണ മുഴങ്ങുന്ന എങ്ങനെ കണ്ടുപിടിക്കുക? 30/2 30/2 15. അതായത് 15 പ്രാവശ്യം അവ ഒരുമിച്ച് മുഴങ്ങും. 15 പ്രാവശ്യം, അതായത് 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ 15 പ്രാവശ്യം അവ ഒരുമിച്ച് മുഴങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 5 പുരുഷന്മാർ അല്ലെ, എം എടുക്കാം, മെൻ. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്യുന്നു. പിന്നെ 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതായത് ഇവിടെ 5m ഗുണിക്കണം 3 സമം 4w ഗുണിക്കണം 6 എന്ന് വരും അല്ലെ. ഇവിടുന്ന് മെന്നിന്റെയും വുമന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. m/w കണ്ടുപിടിക്കുക. m/w എന്ന് പറയുന്നത് 4 ഗുണിക്കണം 6 ബൈ 5 ഗുണിക്കണം 3. 4 ഗുണിക്കണം 6 ബൈ 5 ഗുണിക്കണം 3 8/5 എന്ന് വരും. അതായത് പുരുഷന്മാരുടെ എഫിഷ്യൻസി 8ഉം സ്ത്രീകളുടെ എഫിഷ്യൻസി 5ഉമാണ്. പുരുഷന്മാരുടെ എഫിഷ്യൻസി 8, സ്ത്രീകളുടെ എഫിഷ്യൻസി 5ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് ഏതെങ്കിലും ഒരു രീതി രണ്ടിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണ് കിട്ടുക? 5m × 3 ആണ് അല്ലെ മെൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 ഗുണിക്കണം 8 ഗുണിക്കണം 3 എഫിഷ്യൻസി കിട്ടി, 8 ആണെന്ന് കിട്ടി. പുരുഷന്മാരുടെ എഫിഷ്യൻസി 8 ആണ്. അപ്പൊ 5 ഗുണിക്കണം 3 ഗുണിക്കണം 8 എത്രയാണ് വരിക? 5 ഗുണിക്കണം 3 ഗുണിക്കണം 8. അത് മൾട്ടിപ്ലൈ ഒന്നും വേണ്ട, പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എഫിഷ്യൻസി കിട്ടി. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡബ്ല്യൂക്ക് 5 എന്ന് കൊടുത്താലും സെയിം ആൻസർ ആണ് കിട്ടുക കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് മാൻ ആയതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാവുന്നതെന്ന്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എഫിഷ്യൻസി 5 ഗുണിക്കണം 8 ഗുണിക്കണം 3 ഡിവൈഡഡ് ബൈ 5 അല്ലെ. 5 പുരുഷന്മാരാണ്, 5m പ്ലസ് 4w. ഇവിടെ എന്ത് കിട്ടും? 5 ഗുണിക്കണം 8 ഗുണിക്കണം 3 ബൈ മെന്നിന്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട് അല്ലെ. മെന്നിന്റെ 8 തന്നിട്ടുണ്ട്. 5 ഗുണിക്കണം 8 പ്ലസ് സ്ത്രീകളുടേത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 നമ്മൾ കണ്ടുപിടിച്ചു. 4 ഗുണിക്കണം 5 സമം 5 ഗുണിക്കണം 8 ഗുണിക്കണം 3 ബൈ എത്ര വരും? 40 പ്ലസ് 20 സിംപ്ലിഫൈ ചെയ്യുക. അതായത് 120/60 എന്ന് വരും അല്ലെ. 120/60 120/60 എത്ര വരും? 2 ദിവസം എന്ന് വരും. 2 ദിവസം. അപ്പൊ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? 2 ദിവസം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ആ എഫിഷ്യൻസി ഉപയോഗിച്ചിട്ട് പിന്നെ അവരെ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാവുന്നത് കണ്ടുപിടിച്ചു. ടോട്ടൽ എഫിഷ്യൻസി പിന്നെ പുരുഷന്മാരത് 8ഉം സ്ത്രീകളത് 5ഉമാണ്. അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്.
എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത് എങ്കിൽ കാറിന്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇരട്ടി വേഗതയിലാണ് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ വേഗതയുടെ റേഷ്യോ എഴുതാം അല്ലെ. വേഗത അഥവാ സ്പീഡിന്റെ റേഷ്യോ 1:2 ആണ്. ഈ 1 ഏതിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1 ബൈക്ക്, 2 കാർ അല്ലെ. ബൈക്കിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡിന്റെ റേഷ്യോ 1:2. അങ്ങനെയാണ് നമുക്ക് ടൈമിന്റെ റേഷ്യോ എങ്ങനെ എഴുതാം? നേരെ റിവേഴ്സ് ആയിരിക്കും അല്ലെ. 2:1 ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ് 2:1. പിന്നെ തന്നിട്ടുണ്ട് രണ്ടുപേരും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട്? 3 മിനിറ്റും തന്നിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള സമയ വ്യത്യാസം 3 മിനിറ്റും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് കാറിന്റെ എങ്ങനെ എഴുതാം? കാർ 1x എന്ന് എഴുതാം അല്ലെ. 1x എന്ന് പറയുന്നത് 3 മിനിറ്റ്. ബൈക്ക് 2x ആണ് വരിക. 2x അതായത് 6 മിനിറ്റ് എന്ന് വരും. 6 മിനിറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ കാറിന്റെ സ്പീഡ് കണ്ടുപിടിച്ചൂടെ? കാറിന്റെ സ്പീഡ് എത്രയാണ് വരിക? കാറിന്റെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 ബൈ, ഇപ്പൊ ദൂരം തന്നിട്ടുണ്ട് അല്ലെ. ദൂരം ബൈ സമയമാണ്. സമയം നമുക്ക് ഇവിടെ എത്ര എഴുതാം? 3/60 എന്ന് കൊടുക്കുക. അതായത് 5 ഗുണിക്കണം 60/3. 5 ഗുണിക്കണം 60/3 100 കിലോമീറ്റർ പെർ അവർ ആണ് കാറിന്റെ സ്പീഡ് വരിക. കാറിന്റെ സ്പീഡ് 100 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഏതിന്റെ കണ്ടുപിടിക്കാം? ബൈക്കിന്റെ കണ്ടുപിടിക്കാം. ബൈക്കിന്റെ എങ്ങനെ കണ്ടുപിടിക്കുക? ബൈക്കിന്റെ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ് അല്ലെ. അപ്പൊ 5/6/60 എന്ന് വരും. 6/60 ഇത് സിംപ്ലിഫൈ ചെയ്യുക. അതായത് 5 ഗുണിക്കണം 60/6 എത്ര ആൻസർ വരിക? 50 എന്ന് വരും കേട്ടോ. 50 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20, 40, 22, 38, 26, 34 ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ യഥാക്രമം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കുക 20, 22, 26. അത് 20 2 കൂട്ടിയിട്ട് 22 വന്നു. 22 4 കൂട്ടിയിട്ട് 26 വന്നു. അടുത്തത് 26നോട് എത്ര കൂട്ടണം? 6 കൂട്ടണം അല്ലെ. 26ഉം 6ഉം 32 ആണ് വരിക. 32. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 32 ഏതന്നെയായിരിക്കും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻ എടുത്ത് എഴുതാം. ഇനി 28 എങ്ങനെ കിട്ടിയെന്ന് കൂടി നോക്കാം. 40 എത്രയാണ് വരുന്നത്? 38. 40 2 മൈനസ് ചെയ്തിട്ടാണ് 38. 38 എത്ര മൈനസ് ചെയ്യണം? 4 മൈനസ് ചെയ്യണം. അടുത്തത് 34 6 മൈനസ് ചെയ്താൽ എത്രയാണ്? 28 ആണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപ. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്രയാണ്? അപ്പൊ നമുക്കറിയാമല്ലേ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് വ്യത്യാസം കണ്ടുപിടിക്കാൻ? വ്യത്യാസം അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ P/R²/100². P/R²/100² ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വ്യത്യാസം തന്നിട്ടുണ്ട്. 1000 രൂപയാണ് വ്യത്യാസം തന്നിട്ടുണ്ട്. P തന്നിട്ടുണ്ട് അല്ലെ. P തന്നിട്ടുണ്ടോ? ഇല്ല. P ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 തന്നിട്ടുണ്ട്. 5 ആണ് അല്ലെ. 5 × 5/100². ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്കിവിടെ P = 1000 ഗുണിക്കണം 100 ഗുണിക്കണം 100 അല്ലെ. 100² എന്ന് പറയുന്നത് 100 ഗുണിക്കണം 100/5 ഗുണിക്കണം 5. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 5 2 5 10 20 വരും. എത്ര വരും? 4 5 20. അപ്പോൾ 4ഉം എത്ര സീറോസ് വേണം? 1 2 2 3 ആയില്ലേ. ഇവിടെ 2 ഇവിടെ 3 5 സീറോസ് വേണം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ. അതായത് ഒരു സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്നായിട്ട് എടുക്കാം അല്ലെ. എക്സ് ആയിട്ട് എടുക്കാം. ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x. 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായത്. ആ സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ് തന്നെ. എക്സിനേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങ്. 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ എക്സ് കിട്ടും. 4x = 5x - 10 + 1 വരും. അപ്പൊ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. 5x - 9 എന്ന് വരും അല്ലെ. അതായത് 9 = 5x - 4x. 5x - 4x x. അതായത് ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? x = 9 ആണ്. x = 9. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ടതിന് ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം. അപ്പോൾ നമുക്കിവിടെ 1500ൻ്റെ ആവശ്യമില്ല. എന്തായിട്ട് എടുക്കുക? 100 രൂപയായിട്ട് എടുക്കുക വില. അപ്പോൾ 100 രൂപയുടെ 20% കൂട്ടി എന്ന് പറയുമ്പോൾ അത് 120%. 120/100. ഇനി ആ ഉള്ള വിലയുടെ 10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ട് എന്നത് കുറയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് എത്രയാകും? 90 ആകും. അപ്പോൾ 90/100 എന്നാകും. ഡിസ്കൗണ്ട് 90/100 എന്നാകും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 00 ക്യാൻസൽ 00 ക്യാൻസൽ. അപ്പോൾ നമുക്ക് കിട്ടുക 19 × 9 108 ആണ് ആൻസർ വരുന്നത്. അതായത്
108 രൂപയാണ് കിട്ടിയത്. അതായത് 100 രൂപയുള്ള സാധനം 108 രൂപയായി. അപ്പോൾ എത്ര അധികം വന്നു അവിടെ? 8 അധികം വന്നത് അല്ലേ? 8 രൂപയാണ് അധികം വന്നത്. അപ്പോൾ ലാഭം എന്തായിരിക്കും? 8% 8% ലാഭം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ്. അതായത് ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടുതൽ പരപ്പളവ് കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാം. ചതുർഭുജം എന്നത് ചതുർഭുജം 4 വശങ്ങളുള്ള രൂപമാണ്. അപ്പോൾ സമചതുരമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ് കിട്ടുക. സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലെ? 4 വശങ്ങളും തുല്യമായ രൂപമാണ് സമചതുരം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോക്കുക, എല്ലാം സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ? സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 1 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. 1 മീറ്റർ നീളമുള്ള കമ്പി. അപ്പോൾ മീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടോ? അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. അപ്പൊ ഈ 100 സെന്റിമീറ്റർ ഈ സമചതുരത്തിന്റെ എന്താണ്? സമചതുരത്തിന്റെ ചുറ്റളവാണ് അല്ലെ? ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4 സൈഡും കൂടി കൂട്ടുക, അതാണ് 100 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വശം കണ്ടുപിടിച്ചൂടെ? വശം എത്രയായിരിക്കും? വശം എന്ന് പറയുന്നത് 100/4 ആണ്. 100/4 25 സെന്റിമീറ്റർ ആണ് ഒരു വശം. 25 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചൂടെ? സമചതുരത്തിന്റെ പരപ്പളവ്, അതായത് വിസ്തീർണം. പരപ്പളവ്, ഏരിയ, വിസ്തീർണം. പരപ്പളവ് എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? A സ്ക്വയർ ആണ് അല്ലെ? A സ്ക്വയർ. അതായത് ഇവിടെ 25 സ്ക്വയർ ആണ്. 25 സ്ക്വയർ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ? 5ന്റെ സ്ക്വയർ 25, 2ന്റെ തൊട്ടടുത്തുള്ള നമ്പർ 3 ആണ്. 625 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആ ചതുർഭുജത്തിന്റെ പരപ്പളവ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 625 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു. ഭക്ഷണം 30%, വസ്ത്രം 10%, വിദ്യാഭ്യാസം 25%, ആരോഗ്യം 20%, വിനോദം 15%. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രാം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്രകോണളവ്. ഇനി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 100 കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. ആദ്യം 0, 4, 6, 8, 9, 10, 100 കിട്ടുന്നുണ്ട് അല്ലെ? 100% ടോട്ടൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്രകോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ പൈ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇതേപോലെ വൃത്തത്തെ കുറെ ഭാഗങ്ങളാക്കിയിട്ട് അവിടെ ഓരോ ഇങ്ങനെ കളർ കൊടുത്തിട്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. വിദ്യാഭ്യാസം ഇത്ര അല്ലെ? ഇവിടെ ഇത്ര ശതമാനം, ഓരോന്ന് ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം ഇതിലൊരു 25% വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. ഇതിലെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം ഈ ഭാഗമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു 25% വിദ്യാഭ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് ഇവിടെ ഒരു കേന്ദ്രകോൺ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ നമുക്കൊരു കോൺ ഉണ്ടാവും അല്ലെ? ഈ കേന്ദ്രകോണാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു സെക്ടർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 25%. ഈ ടോട്ടൽ എത്രയായിരിക്കും? ഒരു വൃത്തത്തിന്റെ ടോട്ടൽ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 360 ഡിഗ്രി ആയിരിക്കും ടോട്ടൽ കോണളവ്. 360 ഡിഗ്രിയാണ്. അതിന്റെ എത്ര ഭാഗമാണ് 25% എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് ടോട്ടൽ കോണളവ് 360 ഡിഗ്രിയാണ്. അതിന്റെ എത്ര ഭാഗമാണ് 25% എന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? 360 ഗുണിക്കണം 25% ആയതുകൊണ്ട് 25/100 എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 0 0 ക്യാൻസൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ 5 5 25, 2 5 10 വരും. 18 × 5 90. 90 എന്താണ്? കോണളവായിരിക്കുമല്ലോ. 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ കേന്ദ്ര കോണളവ് 90 ഡിഗ്രിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 15 ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. മിനിമം ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രമേ കുറച്ചൊരു ടഫ് ആയിട്ടുള്ളതുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.